നമസ്കാരം ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വിഷയം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഡിപ്രഷൻ എമംഗ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഓക്കെ, ഈ US മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ വരുന്നത് കൂടുതൽ തെലങ്കാന, ഹൈദരാബാദ്, ഗുജറാത്ത് അവിടുത്തെ കുട്ടികളാണ് കൂടുതൽ വരുന്നത്. മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. ഈ സ്റ്റുഡൻസ് എല്ലാം നമ്മൾ ഈ കോവിഡിന് ശേഷം നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻസ്, സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഇവിടുത്തെ മോട്ടൽസ്, ഇതൊക്കെ ഇന്ത്യൻ ഓൺഡ് ആയിരിക്കും മെജോറിറ്റി. അവിടെയൊക്കെ ഈ കുട്ടികളായിരിക്കും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ക്യാഷ്യറായിട്ടോ അല്ലെങ്കിൽ റിസപ്ഷനിലൊക്കെ. നല്ല കാര്യമാണ്, കാരണം കുട്ടികൾക്കൊരു വരുമാനം കിട്ടും. പിന്നെ അവർക്കൊരു ഒരു എക്സ്പോഷർ ഔട്ട്സൈഡ് ആയിട്ടുള്ള പബ്ലിക്കായിട്ട് അവരുടെ ഒരു കോൺഫിഡൻ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ വളരെ ഡിഫിക്കൽട്ടായിട്ട് കാര്യം എന്ന് പറയും ഞാൻ കാണുന്നത്, ഈ കുട്ടികളൊക്കെ വളരെ ഡിപ്രസ്ഡ് ആണ് ആക്ച്വലി. അവരുടെ മുഖത്ത് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും അവർ ഔട്ട് ഓഫ് സിങ്ക് ആണ് നമ്മുടെ മാർക്കറ്റായിട്ട്. കംപ്ലീറ്റ്ലി ഒരു ഗ്ലൂമിയാണ്, അവർ ഉദാസീനരാണ്, അലസരാണ്. അപ്പൊ ഈ ഒരു വിഷയം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി പങ്കുവെച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കാം, നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? അങ്ങനും ഇതേ സെയിം ഇഷ്യൂ പങ്കുവെച്ചു. അതായത് ഈ കുട്ടികളെല്ലാം കോമൺലി നമ്മൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ദേ ആർ ഔട്ട് ഓഫ് സിങ്ക് കംപ്ലീറ്റ്ലി. സോ ദാറ്റ്സ് വെർ അബൌട്ട് സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റീസൺ? അങ്ങനെ ഒന്ന് രണ്ട് ഫ്രണ്ട്സായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കുട്ടികൾക്കെല്ലാം ദി ആർ മോസ്റ്റ്ലി ഫൈനാൻഷ്യലി ഡിപ്രസ്ഡ്. ഓക്കെ, കാരണം ഇവരെല്ലാവരും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോൺ വാങ്ങിച്ച വന്നിരിക്കുന്നത് അമേരിക്കയിലേക്ക്. ഓക്കെ, അമേരിക്കയിലെ മാസ്റ്റേഴ്സ് ഈസ് എക്സ്പെൻസീവ് കമ്പയറിങ് ടു ഇന്ത്യ ഓർ അതർ യൂറോപ്യൻ കൺട്രീസ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 25 to 35 lakhs മിനിമം സ്പെൻഡ് ചെയ്യണം ഇവിടെ ഒരു മാസ്റ്റേഴ്സിന്. ഓക്കെ, 18 മാസം മാസ്റ്റേഴ്സിന്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓൾ ദീസ് കിഡ്സ് ആർ ഫ്രം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോൺ ആയിരിക്കും ഒരു 80 അല്ലെങ്കിൽ 90% ലോൺ ആയിരിക്കും അവർ. അമേരിക്കയിൽ വന്നു, വിത്തിൻ ഫ്യൂ മന്ത്സ് അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോയി ഇവിടെ. കാരണം അവർ സീനിയേഴ്സിന് അറിയാൻ പറ്റും, കാരണം സീനിയേഴ്സ് ജോബില്ല. അപ്പോൾ തന്നെ അവർക്ക് ഏകദേശം ധാരണ മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്നും. അതാണ് അവർ പ്രതിഫലിക്കുന്നത് അവരിൽ കംപ്ലീറ്റ്ലി. രണ്ടാമത് പറയുന്നത്, ദേ ഹാവ് നോ ഫാമിലി ഇല്ല അവിടെ, കാരണം അവർക്ക് സോഷ്യൽ ലൈഫ് ഇല്ല, ആഘോഷങ്ങളില്ല, ദിവാലി ഇല്ല, ക്രിസ്മസ് ഇല്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ വർക്ക്. ഓക്കെ, അവർ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ ബസ്സോ ട്രെയിനോ പിടിച്ച് ഈ പറയുന്ന ഹോട്ടലിലോ മോട്ടലിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷനിൽ വരുന്നു, ജോലി എടുക്കുന്നു, തിരിച്ചു പോകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. ആ ഒരു റുട്ടീനാണ്. കാരണം അത് ആരെയും ഒന്ന് മുരടിപ്പിച്ചു കളയും, ആരെയും ഈ ഒരു അറ്റ്മോസ്ഫിയർ. കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കുട്ടികൾ. പക്ഷെ ഒരു കൂട്ടം കുട്ടികൾ ദേ ആർ ഓക്കെ. അവർ പറയുന്നത് വി ആർ ഓക്കെ, വി വില്ലിംഗ് ടു ഗോ ബാക്ക് ടു ഇന്ത്യ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ഈസ് സപ്പോർട്ടിങ് ദം. ഓക്കെ, കാരണം അച്ഛൻ പറഞ്ഞു, ഓക്കെ മോനെ, നീ ഒരു മാസ്റ്റേഴ്സ് പഠിച്ചൊരു എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ നീ ഒരു IT പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ്, നീ എന്തിനാണ് ബർഗർ കിങ്ങിലോ അല്ലെങ്കിൽ മക്ഡോണൽസിലൊക്കെ വർക്ക് ചെയ്യുന്നത്? നീ തിരിച്ചു പോരെ, വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ, ഒരുപക്ഷെ ആ ഒരു കോൺഫിഡൻറ്റ് അവർക്ക് നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ഈ കുട്ടികൾ സംവർ ദർ ഓക്കെ. ഓക്കെ, അവർ ഈ മറ്റുള്ളവരെ പോലെയല്ല, സംവർ ദേ ഫീൽ ലൈക്ക് ബെറ്റർ. ഓക്കെ, ഇവിടെ ഇത് ഏതിലേക്ക് നയിക്കുന്നു പറഞ്ഞാൽ, ഈ പറയുന്ന ഡിപ്രഷൻ ലീഡ്സ് ദം ടു ഇൻ്റർവ്യൂസ് വരുമ്പോൾ അവർ പുറകോട്ട് പോകും. കാരണം ഇവർ ഒരു ബോഡി ലാംഗ്വേജിന് മനസ്സിലാക്കാൻ സാധിക്കും, ദേ ആർ ലെസ് കോൺഫിഡൻറ്റ്. ഓക്കെ, ഈ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഒരു HR അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജർ ലുക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഹൗ കോൺഫിഡൻറ്റ്. ഓക്കെ, എത്രമാത്രം പ്രസൻറ്റബിൾ ആണ് കാൻഡിഡേറ്റ്. കാരണം ഹീ ഈസ് വില്ലിംഗ് ടു ഏബിൾ ടു പെർഫോം ദ ജോബ്. ജസ്റ്റ് ബിക്കോസ് അദ്ദേഹം എന്താ പറയുന്ന, ഈ കുട്ടി ഒരു സർട്ടിഫൈഡ് എഞ്ചിനീയർ ആണ് എന്നും കരുതി ഒരിക്കലും ജോലി അവർ കൊടുക്കില്ല. ഓക്കെ, അവൻ്റെ സ്കിൽസ് അവനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് വീഡിയോയിൽ ഇതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മെന്റാലിറ്റിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് H1B കിട്ടുക മാത്രമല്ല, അവർക്ക് ജോലി കിട്ടുക പോലും അസാധ്യമാണ്. ഓക്കെ, ഹിയർ വാട്ട് എനിക്കിനി ഇവരോട് പറയാനുള്ള, ഈ കുട്ടികളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഇവിടെ 3 വർഷം അമേരിക്ക നിൽക്കാം. ഓക്കെ, അവർക്ക് STEM 2 വർഷം, പിന്നെ OPT 1 വർഷം കിട്ടും. ദാറ്റ്സ് ഇനഫ് ടു പേ ബാക്ക് ദ ലോൺ. 100% അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 50% ലോൺ അടച്ചുവിടാൻ പറ്റും. ഇവിടെ പാർട്ട് ടൈം ആക്കി ജോലി ചെയ്ത് കഴിഞ്ഞാൽ $2000 കയ്യിൽ കിട്ടും. $1000 താമസം, ഫുഡ്, പിന്നെ ട്രാവലിംഗ് എല്ലാം പോയാൽ പോലും ഒരു 1000 മിച്ചം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഈ ലോണിൻ്റെ ഒരു 50% അടച്ചു വിടാൻ പറ്റും. അപ്പോൾ ആ ഫൈനാൻഷ്യൽ ബർഡൻ അങ്ങനെ മാറിപ്പോവാണ്. പിന്നെ രണ്ടാമത്തെ പറയുന്നത്, ഈ പറയുന്ന ജോലി എന്നുള്ള സംഭവം എന്ന് പറയുന്നത്, എൻഡ് ഓഫ് ദി ഡേ അമേരിക്ക, യൂറോപ്പ്, കാനഡ മാത്രമല്ല, ദർ ആർ സോ മെനി പ്ലേസസ്. ഓക്കെ, ഈ ഗെറ്റ് എ ജോബ്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഞാനൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ്. ഓക്കെ, ഇപ്പോൾ നാളെ അമേരിക്കൻ തിരിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും
there are companies who hiring. Okay, ഇന്ത്യയിൽ നിന്നല്ല പറയുന്നത്, ഇന്ത്യയിൽ ഒരു പക്ഷേ ഓഫ് കോഴ്സ് വിൽ ഗെറ്റ് ഇറ്റ്. മിഡിൽ ഈസ്റ്റിൽ പോലും ഇപ്പം എന്താ പറയുന്നത്, ഞാൻ എയർലൈൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എനിക്ക് എന്താ ഹാവ് എ ഡൊമൈൻ ഓഫ് എയർലൈൻ പ്ലസ് ഐ ഹാവ് ഫ്രണ്ട് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഖത്തർ എയർവേസ്, എത്തിഹാദ്, ദേ ഹയറിങ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്. ഓക്കെ, അവർക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ക്ലയൻറ്റ് ഫേസിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ എംപ്ലോയി ഫേസിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ അവരുടെ വെണ്ടർ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻസ് കാണും. അപ്പം അതുകൊണ്ട് തന്നെ ദേ ഹാവ് സം കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ്. അവർക്ക് എപ്പോഴും റിക്വയർമെന്റ് വരും. മിഡിൽ ഈസ്റ്റിലൊക്കെ ഓൾമോസ്റ്റ് ലൈക്ക് യു ഗെറ്റിംഗ് ടാക്സ് ഫ്രീ സാലറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ യു വിൽ എൻഡ് എന്നല്ല പറയുന്നത്. ഇനി ഫോർഗെറ്റ് അബൌട്ട് മിഡിൽ ഈസ്റ്റ്. ഇന്ത്യയിൽ പോലും ഒരുപാട് കമ്പനീസ്, സെമി കണ്ടക്ടർ കമ്പനികൾ വരുന്നുണ്ട്, വേറെ കമ്പനീസ് AI ഡെവലപ്മെന്റ് എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ യു വിൽ ഗെറ്റ് എ സ്റ്റെപ്പിംഗ് സോൺ. ഡോണ്ട് ചേസ് ദിസ് പാക്കേജ്. ഓക്കെ, ഈ H1B1 അല്ലെങ്കിൽ ഈ പറഞ്ഞ പാക്കേജ് അല്ല ചേസ് ചെയ്യേണ്ടത്, ചേസ് ദ സ്കിൽസ്. ഓക്കെ, ഇപ്പൊ 22-23 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, തുടങ്ങുന്നേ ഉള്ളൂ. യു ഓൾ സപ്പോസ് ടു ഫോക്കസ് ഓൺ യുവർ സ്കിൽസ്, നോട്ട് ദ പാക്കേജ്. ഓക്കെ, എന്താ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പറയുന്ന ഇൻഫ്ലുവൻസിങ് ടീമുകൾ, അതായത് പെട്ടെന്ന് പണം ഉണ്ടാക്കി ഡോളി ചായ്വാല അവരൊക്കെ, അതൊന്നല്ല ചേസ് ചെയ്യണം. യു ഹാവ് ടു ചേസ് യുവർ സ്കിൽസ്. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൻ യു ഹാവ് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള മെന്റാലിറ്റി, യെസ് ഇറ്റ് ഈസ് ഡിപ്രസിങ്, ഐ എഗ്രി ദാറ്റ്. ഓക്കെ, ഒരുപാട് ഇമോഷൻസും പിന്നെ ഒരുപാട് പ്രതീക്ഷകളുടെ ബാണ്ടക്കെട്ടുമായിട്ട് അങ്ങോട്ട് കയറി വന്നേ. അപ്പോൾ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പറയുമ്പോൾ ഓഫ് കോഴ്സ് ഡിപ്രഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ദാറ്റ് ഷുഡ് നോട്ട് സ്റ്റോപ്പ് യു അച്ചീവിങ് യുവർ ഡ്രീംസ്. ഓക്കെ, തിരിച്ചു പോയ ശേഷം നിങ്ങളുടെ ഡ്രീം സ്റ്റാർട്ടർ അല്ല, ദെയർ ആർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഈസ് ഗ്രോയിങ് വെരി മച്ച്.